ഹലോ, ഒരു കഥയിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? ആ കഥയിലെ കഥാപാത്രം. ഒരു വ്യക്തിയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനായിട്ടൊരു ചോദ്യം എന്ന് എന്നെ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെ സവിശേഷതകളെ പറ്റി ഒരു ക്യാരക്ടർ സ്കെച്ച് അല്ലെങ്കിൽ ഒരു സ്വഭാവ ചിത്രണം കൊടുക്കുക എന്നാണ്. അപ്പോൾ നമ്മുടെ എക്സാമിന് 4 മാർക്കിന് സ്ഥിരമായിട്ട് വരുന്നൊരു ചോദ്യമാണ് ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ എങ്ങനെ നമുക്ക് ക്യാരക്ടർ സ്കെച്ച് എഴുതാമെന്ന് നോക്കാം. വാട്ട് ടു ഇൻക്ലൂഡ്, എന്തൊക്കെയാണ് ക്യാരക്ടർ സ്കെച്ചിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സ്യൂട്ടബിൾ ടൈറ്റിൽ, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ, യോജിക്കുന്ന ഒരു ടൈറ്റിൽ എന്തായാലും കൊടുത്തിട്ടുണ്ടാകണം. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത്, ക്യാരക്ടർ സ്കെച്ചിൽ ചെയ്യുന്നത്, നമുക്ക് തന്നിരിക്കുന്ന ആ വ്യക്തിയുടെ പേര് തന്നെയായിരിക്കും നമ്മൾ ടൈറ്റിലായിട്ട് കൊടുക്കുക. നെക്സ്റ്റ്, സ്ട്രൈക്കിംഗ് ബിഗിനിങ്. നമ്മൾ എന്തെഴുതിയാലും വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട്, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ടാവണം. അപ്പോൾ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ബിഗിനിങ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ശാരീരിക സവിശേഷതകൾ എന്നാണ്. അപ്പം ഒരു വ്യക്തിയുടെ ശാരീരിക സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ അയാൾ ടോളാണോ, ഷോർട്ടാണോ, അയാളുടെ വയസ്സ് എത്രയാണ്, അയാളുടെ ഡ്രസ് കോഡ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ അതിൽ ഉൾപ്പെടുത്താം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ദ സെറാങ് ഓഫ് റെനഗൻജി എന്നുള്ള നമ്മുടെ ചാപ്റ്ററിൽ ഹസൻ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ ഹസന് ഷോർട്ട് ലെഗ്സ് ആണ്, ബിഗ് ഹെഡ് ആണെന്നൊക്കെ പറയുന്നത്, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ സ്റ്റോറിയിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് മെൻഷൻ ചെയ്യണം. നെക്സ്റ്റ്, പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ സ്വഭാവ സവിശേഷത. അപ്പം നമ്മുടെ ക്യാരക്ടറിൻ്റെ സ്വഭാവ സവിശേഷത എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. സിഗ്നിഫിക്കൻസ് ഇൻ ദ സ്റ്റോറി. നമ്മുടെ ക്യാരക്ടറിന് ഈ സ്റ്റോറിയിലുള്ള സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ പ്രാധാന്യം എന്താണെന്നുള്ളത് നമ്മൾ എഴുതിയിട്ടുണ്ടാവണം. റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് പ്ലോട്ട്. പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇതിവൃത്തം, അതായത് നമ്മുടെ കഥയുടെ പുരോഗമനം അല്ലെങ്കിൽ പ്രോഗ്രസ്സിൽ നമ്മുടെ ക്യാരക്ടറിൻ്റെ പങ്കാളിത്തം അല്ലെങ്കിൽ റോൾ എന്താണ് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ബിഹേവിയർ അറ്റ് ഡിഫറെൻറ്റ് ഒക്കേഷൻസ്. അപ്പോൾ ഒരു കഥയാകുമ്പോൾ പല ഒക്കേഷൻസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ പല ഒക്കേഷൻസിൽ നമ്മുടെ ഈ ക്യാരക്ടറിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് ആലോചിച്ചിട്ട് അത് എഴുതിയിട്ടുണ്ടാവണം. അതർ ക്യാരക്ടേഴ്സ് ഒപ്പീനിയൻ. അപ്പം ഒരു കഥയാകുമ്പോൾ ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന് നമ്മുടെ ഈ ക്യാരക്ടറിനെ പറ്റിയുള്ള ഒപ്പീനിയൻ അല്ലെങ്കിൽ അഭിപ്രായം എന്നാണെന്നുള്ളത് നമ്മൾ എഴുതിയിട്ടുണ്ടാവണം. ഡയലോഗ്സ് ആൻഡ് ഇറ്റ് പ്രസൻറ്റേഷൻ. അപ്പോൾ ആ വ്യക്തിയുടെ ഡയലോഗ്സ്, അയാൾ പറയുന്ന രീതി, പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമ്മൾ ഓർത്ത് വെക്കുക. അതായത് ചിലർ പറയുന്നതിൽ പ്രത്യേക ശൈലി ഉണ്ടാവും, ഭാഷയിൽ പ്രത്യേക ശൈലി ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ശൈലികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം. സീക്വൻസ് ദ കളക്റ്റഡ് പോയിൻറ്റ്സ്. അപ്പം ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് ഒന്ന് മെമ്മറൈസ് ചെയ്ത് വെച്ചിട്ട് നല്ല വൃത്തിക്ക് ഓർഡറിൽ ഇത് അറേഞ്ച് ചെയ്തിട്ട് വേണം നമ്മൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഏറ്റവും അവസാനം കൺക്ലൂഷൻ, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കൺക്ലൂഷനും എന്തായാലും കൊടുത്തിട്ടുണ്ടാവണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ ഫീച്ചേഴ്സൊക്കെ എല്ലാ സ്റ്റോറിയിലും എല്ലാ ക്യാരക്ടേഴ്സിനും ഉണ്ടായിക്കോണം എന്നില്ല. ചില സ്റ്റോറിയിൽ ചില ക്യാരക്ടേഴ്സിന് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഒന്നും പറഞ്ഞോണമെന്നില്ല. അപ്പോൾ നമുക്ക് ഫിസിക്കൽ ക്യാരക്ടേഴ്സ് എഴുതാൻ പറ്റത്തില്ല. പക്ഷേ പേഴ്സണാലിറ്റി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ നമ്മൾ എന്തായാലും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം. ഇനി നമ്മുടെ എക്സാമിന് മുന്നേ വന്നിട്ടുള്ള ഒരു ചോദ്യം, ക്യാരക്ടർ സ്കെച്ചിൻ്റെ ഒരു ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. എക്സാമ്പിൾ 1. മിസ്റ്റർ ഗുപ്ത ഇൻ ദ സ്റ്റോറി പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന ചാപ്റ്ററിലെ മിസ്റ്റർ ഗുപ്ത അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ സ്കെച്ച് തന്നെയാണ്. ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് നമ്മുടെ ചോദ്യം. ഇതെങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വി ക്യാൻ സി ദ ടൈറ്റിൽ മിസ്റ്റർ ഗുപ്ത. അപ്പോൾ മിസ്റ്റർ ഗുപ്തനെ പറ്റിയാണ് നമ്മൾ എഴുതുന്നത്. സോ നമ്മൾ മിസ്റ്റർ ഗുപ്ത എന്ന് തന്നെയാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇനി മിസ്റ്റർ ഗുപ്ത വാസ് എ കമ്പാഷനേറ്റ് ആൻഡ് കൈൻഡ് പേഴ്സൺ. ഇതാണ് നമ്മുടെ സ്ട്രൈക്കിംഗ്, നമ്മുടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓപ്പണിംഗ് സെൻറ്റൻസ് ഇതാണ്. ഇതിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയും വെളിവാകുന്നുണ്ട്. അദ്ദേഹം വളരെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള, വളരെ ദയുള്ള, വളരെ കരുണയുള്ള ഒരു പേഴ്സൺ ആണ് എന്നാണ് ഇതിൽ നിന്നും സൂചിപ്പിക്കുന്നത്. ഇനി സെക്കൻഡ് ലൈൻ, ഹി വാസ് good to everyone and did not differentiate between rich and poor. പണക്കാരെയോ പാവപ്പെട്ടവരെയോ
വേർതിരിച്ചൊന്നും കാണാത്തൊരു മനുഷ്യനായിരുന്നു മിസ്റ്റർ ഗുപ്ത. അതും അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഉള്ള ലൈൻസിൽ നമുക്ക് മിസ്റ്റർ ഗുപ്ത മാഗിയുടെ അമ്മേനെ കാണാൻ പോയ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് നമ്മുടെ ഈ കഥയിലുള്ള റോൾ, പങ്കാളിത്തവും സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ദിസ് ആക്ട് റിവീൽസ് ദ കൈൻഡ് ഹാർട്ട് ഓഫ് മിസ്റ്റർ ഗുപ്ത. അദ്ദേഹത്തിന് വളരെ കൈൻഡ് ആയിട്ടുള്ളൊരു ഹാർട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിനെയാണ് പിന്നെയും സൂചിപ്പിക്കുന്നത്. ഇനി ഈ ലാസ്റ്റ് ലൈനിൽ വി ക്യാൻ അഗെയിൻ സീ ഹിസ് ജെൻറ്റിൽനെസ് ആൻഡ് കെയർ. വളരെ ജെൻറ്റിലായിട്ടുള്ള, ആൾക്കാരൊക്കെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മിസ്റ്റർ ഗുപ്ത എന്ന് നമുക്ക് ലാസ്റ്റ് ലൈനിൽ വീണ്ടും മനസ്സിലാവുന്നു. അതും അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം മുന്നേ നമ്മൾ വാട്ട് ടു ഇൻക്ലൂഡ് എന്ന ഹെഡിങ്ങിന് കീഴേ നമ്മൾ തന്ന ആ ഫീച്ചേഴ്സ് എല്ലാം ഈ പറഞ്ഞ എക്സാമ്പിളിൽ വന്നിട്ടില്ല. അപ്പോൾ അതിന് കാരണവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാ സ്റ്റോറികളിലും എല്ലാ ക്യാരക്ടേഴ്സിനും ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും അവർ തന്നിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ ഇവിടെ മിസ്റ്റർ ഗുപ്തയിൽ ക്യാരക്ടർ സ്ട്രക്ചറിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? സ്യൂട്ടബിൾ ടൈറ്റിൽ കണ്ടു, സ്ട്രൈക്കിംഗ് ഓപ്പണിംഗ് കണ്ടു, പിന്നെയോ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിൻ്റെ റോൾ, അദ്ദേഹത്തിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ പ്രാധാന്യം, ഇതൊക്കെ നമ്മൾ ഇവിടെ കണ്ടു. നൗ വിൽ മൂവ് ടു ദ നെക്സ്റ്റ് എക്സാമ്പിൾ. എക്സാമ്പിൾ 2. Read the statements given below about the narrator in the story Sarang of Ranaganji. Sarang of Ranaganji എന്ന ചാപ്റ്ററിലെ നറേറ്ററിനെ പറ്റിയുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം ഈ ഹിൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇത് നമുക്ക് എന്തായാലും ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ഉപയോഗപ്പെടും. ഇനി നമുക്ക് താഴെ ക്വസ്റ്റ്യൻ കാണാം. അറ്റംപ്റ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ നറേറ്റർ ഇൻ എ പാരഗ്രാഫ് ഓൺ ദ ബേസിസ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ അബോവ്. അപ്പോൾ ഈ ഹിൻസ് വെച്ചിട്ട് നറേറ്ററിനെ പറ്റി ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് നമ്മുടെ ചോദ്യം. നമുക്ക് എക്സാമ്പിളിൻ്റെ ഉത്തരത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തപോലെ തന്നെ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ദ നറേറ്റർ ഓഫ് സെറാങ് ഓഫ് രണഗഞ്ചി എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ള ടൈറ്റിൽ. ഇനി അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എങ്ങനെയാണ് വിവരിച്ചിട്ടുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് ലൈനിൽ തന്നെ അദ്ദേഹം ഒരു ട്രാവലറാണ് എന്ന് പറയുന്നുണ്ട്. വീണ്ടും നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഹി വാസ് എ ഫിസിഷ്യൻ. അദ്ദേഹം ഒരു ഫിസിഷ്യൻ ആയിരുന്നു, ഒരു ഷിപ്പിലെ ഫിസിഷ്യൻ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. നെക്സ്റ്റ് ലൈനിൽ നമുക്ക് കാണാം, the narrator treats all patients affected with smallpox equally regardless of their differences. അപ്പോൾ അവരുടെ വ്യത്യാസങ്ങളൊന്നും നോക്കാതെ എല്ലാവരെയും ഈക്വൽ ആയിട്ടാണ് അദ്ദേഹം ട്രീറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇനി ഫോളോയിങ് ലൈൻസ് നമുക്ക് കാണാം. ഹി മാനേജസ് ദ സിറ്റുവേഷൻ ഓഫ് ക്രൈസിസ് ബ്രേവ്ലി. വളരെ ധൈര്യശാലിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് വീണ്ടും പറയുന്നു. അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്. ഹി വാസ് സോ ഡിവോട്ടഡ് ടു ഹിസ് പ്രൊഫഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനിൽ വളരെ ഡിവോട്ടഡ്, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വ്യക്തിയായിരുന്നു നമ്മുടെ നറേറ്റർ. സോ അതും അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഹി ന്യൂ ടു ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ബാഡ്. നല്ലതേതാണ് ചീത്ത ഏതാണെന്ന് ഒരു ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനുള്ളൊരു കഴിവ്, വ്യത്യാസം, അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതും അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതയാണ്. ഇനി നമുക്ക് കാണാം, നമ്മുടെ നറേറ്റർ ഹസൻ എന്നുള്ള സെറാങ്ങിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നും അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ കുറച്ചും കൂടെ വെളിവാകുന്നുണ്ട്. ഹസൻ ദ സെറാങ് ഓഫ് ഷിപ്പ് ഹെൽപ്പ് ദ നറേറ്റർ ടു ടേക്ക് കെയർ ഓഫ് ഹിസ് പേഷ്യൻസ്. ദ നറേറ്റർ ഹാഡ് എ സ്പെഷ്യൽ സിമ്പതി ടുവേഴ്സ് ദ സെറാങ്. അപ്പോൾ സെറാങ്ങിനെ എല്ലാവരും തഴഞ്ഞു മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അയാളുടെ നേരെ നമ്മുടെ നറേറ്ററിന് ഒരു സ്പെഷ്യൽ സിമ്പതി ഉണ്ടായിരുന്നു പറയുന്നത്. സോ അതും അദ്ദേഹത്തിൻ്റെ ആ ഒരു പേഴ്സണാലിറ്റീനെ സൂചിപ്പിക്കുന്നു. ഇനി ഫോളോയിങ് ലൈൻസിൽ നമുക്ക് കാണാം, his kindness and approach towards Hasan indicates his perspective towards mankind. അപ്പം മൊത്തം ഒരു മനുഷ്യ കുലത്തിനോട്, മനുഷ്യ വർഗത്തിനോട് തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്രോച്ച് എങ്ങനെയാണെന്നുള്ളത് ആ സെറാങ്ങിനോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് വ്യക്തമാണ് എന്ന് നമ്മൾ പറയുവാണ്. ഇനി the way he treated everyone equally reveals the beauty of his heart. അപ്പം വളരെ മനോഹരമായിട്ടുള്ള ഹൃദയമുള്ള, വളരെ നന്മയുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹമെന്നും നമ്മൾ പറയുന്നു. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പം മുന്നേ നമ്മൾ വാട്ട് ടു ഇൻക്ലൂഡ് ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഇൻവോൾവ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് മാർക്സ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. താങ്ക് യു.